ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചു വന്നതാണ്. അപ്പോൾ നമ്മളത് അതിൻ്റെ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാനും മെയിൻ്റനൻസിനൊക്കെ ആയിട്ട് വണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. നിലവിൽ അതിൻ്റെ പിസ്റ്റണൊക്കെ ഓയിൽ തീർന്ന് ഉരുകി സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിടിച്ചേക്കാണ്. ഇതുണ്ടത് ഫുള്ളായിട്ട് പിടിച്ചേക്കാണ്. ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡും അടക്കം അതിൻ്റെ പിന്ന് ഉരുകി പിടിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സാധാരണ ഇപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ ചെയ്താൽ മതി. ഇതിപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം ചെയ്യണം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിനും ഇത് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്, ഇത്രയും ഷെയ്ക്ക് കണക്ടർ റോഡിനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, പിന്നെ അതേപോലെ തന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ടാവും. ഓയിൽ തീർന്ന് ഓടുമ്പോൾ തന്നെ മെയിൻ പ്രോബ്ലംസാണത്. അത് വാൽവ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റേണ്ടി വരും, സിലിണ്ടർ പിസ്റ്റൺ കിറ്റ് മാറണം, ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ് മാറ്റിയാലും മതി. പിന്നെ ഈ ചെയിനൊക്കെ വലിഞ്ഞു പോകും. ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് വരുന്ന ബെയറിങ് ഐറ്റംസാണ് ഏറ്റവും പെട്ടെന്ന് കംപ്ലയിൻ്റ് വരിക. ഈ ലൂബ്രിക്കേഷൻ ഇല്ലാണ്ട് വരുമ്പോൾ മെയിനായിട്ട് വരുന്ന പ്രോബ്ലം ബെയറിങ്ങുകൾക്കാണ് പെട്ടെന്ന് കംപ്ലയിൻ്റ് വരിക. അപ്പോൾ അത് നിലവിൽ അത്യാവശ്യം നമുക്ക് കംപ്ലയിൻറ്റ് വന്നേക്കണതിൽ ഇതെല്ലാം പെട്ടെന്നുണ്ട്. പിന്നെ സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് എഞ്ചിൻ്റെ ഭാഗം തന്നെ എഞ്ചിൻ തന്നെ 3 പാർട്ടായിട്ട് വരാം. ഇതിപ്പോൾ സിലിണ്ടർ ഫയറിങ് നടക്കുന്ന ഒരു പോർഷനാണ് ഈ ഭാഗം. പിന്നെ CVT ക്ലച്ച് വരുന്ന ഭാഗം ഇവിടെ സെക്ഷനാണ്, ഗിയർ ബോക്സ് വേറെ സെക്ഷനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫയറിങ് പോർഷനാണ് ഇപ്പോൾ നമുക്ക് അഴിക്കേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് സിലിണ്ടർ പിസ്റ്റൺ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടി വരാം. അത് 2 രീതിയിൽ നമുക്ക് ചെയ്തു പോവാം. ഒന്ന് പാർട്സുകൾ മാറ്റി, അതായത് കമ്പനി ഐറ്റം മേടിച്ച് മാറ്റി പുതിയതായിട്ട് സെറ്റ് ചെയ്ത് പോവാം. ഇനി അതല്ലെങ്കിൽ ചിലവ് ചുരുക്കണം. അപ്പോൾ അത് ഏകദേശം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടിയിട്ട് എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സാധാരണ രീതിയിൽ ഒരു 10-നും 15-നും ഇടയിൽ എമൗണ്ട് വരാറുണ്ട്. ഏകദേശം ഒരു 14 രൂപ 15 രൂപ റേഞ്ചൊക്കെ സാധാരണ രീതിയിൽ വരാറുണ്ട് ക്രാങ്ക് ഷാഫ്റ്റിന് സിലിണ്ടർ അടക്കമൊക്കെ വരുമ്പോൾ. പിന്നെ നമുക്ക് ചിലവ് ചുരുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത് കിട്ടും. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടറൊക്കെ പഴയത് തന്നെ അതിൻ്റെ പിസ്റ്റണൊക്കെ മാറ്റി സിലിണ്ടർ യൂസേജ് ആക്കിയെടുക്കുക. ക്രാങ്ക് ഷാഫ്റ്റ് പഴയത് തന്നെ കണക്ടർ റോഡിൻ്റെ പിന്നെ ബെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റി സൈഡ് ബെയറിങ് മാറ്റി ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് വേണമെങ്കിൽ അത് റിപ്പയർ ചെയ്തെടുക്കാം. ഈ 2 രീതിയിൽ ചെയ്യാം. അപ്പം ഏറ്റവും ബെറ്റർ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ മാറ്റി കമ്പനി ഐറ്റം മേടിച്ച് മാറ്റി സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ടൈം നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ സർവീസ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. മാറ്റി ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ്സ് ഭാവിയിൽ വരാനുള്ള സാധ്യത ഒരു 90% കംപ്ലയിൻറ്റ് വരില്ല, ഒരു 10% സാധ്യതയാണ് നിലവിൽ കംപ്ലയിൻറ്റ് വരാനുള്ളൂ. അതും നമ്മൾ ഓയിൽ ചേഞ്ച് സമയത്തിന് മാറ്റാതെയൊക്കെ ഇരുന്നാലാണ് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കാണാറ്. അല്ലാത്ത വണ്ടികളിൽ അങ്ങനെ കംപ്ലയിൻറ്റ് കാണാറില്ല. പിന്നെ ബോർ ചെയ്തൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഏകദേശം നമുക്കൊരു 30% 40% കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത, കാരണം നമ്മൾ കമ്പനി ആയിട്ടല്ല യൂസ് ചെയ്യണേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയണം. അപ്പോൾ ബോർ ചെയ്തൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപയുടെ ഉള്ളിൽ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഈ വർക്ക്. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക, അതനുസരിച്ച് നമ്മൾ അറിയിക്കുക, നമ്മൾ ആ രീതിയിൽ ചെയ്തു തരാം. ഈ 2 രീതിയിൽ ചെയ്താൽ നമ്മൾ 1 വർഷം വാറണ്ടി പറയും. കാരണം എന്ന് വെച്ചാൽ ലെയ്ത്തി കൊടുത്ത് സെറ്റ് ചെയ്തെടുത്താലും നമുക്ക് 1 വർഷം വാറണ്ടി നമ്മൾ തരും. അത് ഷോപ്പ് വാറണ്ടി അല്ല, ലെയ്ത്ത് വാറണ്ടിയാണ്. നമ്മളത് ഏത് പാർട്സാണോ റിപ്പയർ ചെയ്തത് ആ പാർട്സുകൾക്ക് മാത്രമാണ് വാറണ്ടി ഉണ്ടാവുള്ളൂ. പിന്നീട് നമുക്ക് വാറണ്ടി പീരീഡിലാണെങ്കിൽ പോലും നമുക്ക് ഒരു ഐറ്റം നമുക്ക് കംപ്ലയിൻ്റ് ആയി നമുക്ക് രണ്ടാമത് അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ റിപ്പയർ ചെയ്തേക്കണ ഭാഗങ്ങൾ നമുക്കത് റെഡിയാക്കി കിട്ടും. അത് ലെയ്ത്ത് വർക്ക് തരുന്ന വാറണ്ടിയാണ്, അതാണ് ലെയ്ത്ത് വാറണ്ടി എന്ന് പറയുന്നത്. ഷോപ്പ് വാറണ്ടി എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രോ വാറണ്ടിയാണ് വരാം. അത് ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏത് കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് ആ ഗ്യാസ്കറ്റുകൾ, ഓയിൽ സീലുകൾ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വന്നാൽ അതിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. ലേബർ ചാർജ് അടക്കം അതിനകത്ത് ഒഴിവായിരിക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ നോക്കാം. തന്നെയല്ല നമുക്ക് അതിൻ്റെ ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാനും കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. അപ്പോൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള കേസ്. ഒരു 10,000 രൂപ താഴെ കൊള്ളിച്ച് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല പാർട്സുകൾ മാറ്റി ആ കംപ്ലയിൻറ്റ് വന്ന ഭാഗത്തോളം മാറ്റി ക്ലിയറായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 10-നും 15-നും ഇടയിൽ വേണം പ്രതീക്ഷിക്കാനായിട്ട്. ഏകദേശം ഒരു 14 രൂപയൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ വർക്ക് നല്ല പക്ക നീറ്റായിരിക്കും. ആ രീതിയിൽ നമുക്ക് ഓയിൽ ചേഞ്ച് ആഫ്റ്റർ എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ സർവീസൊക്കെ കറക്റ്റാണെങ്കിൽ നമുക്ക് ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ വണ്ടിക്ക് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും വരാനില്ല. നമ്മളിപ്പോൾ ഓയിൽ മാറ്റാതെ കൊണ്ട് ഓടി ഇഷ്ടം പിടിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ വണ്ടി ഇനി ഓടും. അപ്പോൾ നമ്മളുടെ ഒരു നോട്ടക്കുറവൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ടൈമിൽ ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് പാർട്സുകൾ മാറ്റിയിട്ട് എൻജിൻ വർക്ക് ചെയ്യണമായിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കിയിട്ട് പറയാം, നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ബോർ ചെയ്യണമെങ്കിൽ ബോർ ചെയ്ത് യൂസ് ചെയ്യാം. ഇനി അതല്ല പാർട്സ് മാറ്റിയാണ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം.
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ വേറെയും കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് പോകേണ്ടി വരും. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. അത്യാവശ്യം ഒരു വണ്ടിയുടെ എഞ്ചിനുമായി ബന്ധപ്പെട്ട ചെയ്യുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ കൂട്ടത്തിൽ കൂടെ തന്നെ ചെയ്ത് ക്ലിയർ ചെയ്യാം. അതിൻ്റെ എഞ്ചിൻ ഹാങ്ങറിൻ്റെ ബുഷൊക്കെ പോയി കിടക്കുന്നുണ്ട്, അതൊക്കെ നമുക്കൊന്ന് മാറ്റിയിടാം. ഈ ബാക്കിൽ ഷോക്കിൻ്റെ ബുഷൊക്കെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുകയാണ്, അതൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ആക്കി തരാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിർബന്ധമായിട്ടും നോക്കിയിട്ടൊന്ന് വിളിക്കണം. അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ പെർമിഷൻ വേണം. ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.